ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഫോയറിൽ നിന്ന് ഏകദേശം നാല് സ്റ്റെപ്പ് ഇറങ്ങിയാൽ കാണുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നോർത്ത് സൈഡിലേക്ക് നമുക്കൊരു ഡോർ കം വിൻഡോ ഉണ്ട്. ആ ഡോർ കം വിൻഡോയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നല്ല ഹൈറ്റുള്ള ഒരു ഡോർ കം വിൻഡോ ആണുള്ളത്. അതുകൂടാതെ ഈസ്റ്റേൺ സൈഡിൽ നമുക്കൊരു സർക്കുലർ ഷേപ്പിലുള്ള വിൻഡോ ഉണ്ട്. അതാണ് നമ്മുടെ എലിവേഷനിൽ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതും ആ ഒരു വിൻഡോയാണ്. ആ വിൻഡോയിൽ നിന്നും ഈസ്റ്റേൺ സൈഡിലുള്ള വിൻഡോ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് മാക്സിമം സൺലൈറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ അഡീഷണലായിട്ട് നമുക്കൊരു വാഷ് ഏരിയ, ആ വാഷ് ഏരിയയിൽ നിന്ന് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ തന്നെ ഉള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ താരതമ്യേന സൈസ് കുറഞ്ഞ ഒരു കിച്ചണാണ്. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റും ആയിരുന്നു ചെറിയ കിച്ചൺ വേണമെന്നുള്ളത്. കിച്ചൻ്റെ ഏരിയ ടോട്ടൽ സ്പേസ് കുറവാണെങ്കിൽ തന്നെയും ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഡൈനിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് ആ കിച്ചൺ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.